I'm Sonia Sebastian. My husband's name is Abdul Rashid Abdullah. I have one daughter. Her name is. And I came to Khorasan in the year 2016. I had accompanied my husband, and once we reached here, many things we saw were not up to our expectations. We came here expecting an Islamic life, to live under Islamic law, but many things were not up to our expectations, be it the salah in the masjid and different things. So this was kind of a disappointment, and so I'm assuming many people who want to come are coming with the same expectations, but that is not what the reality is. So I would suggest everybody to rethink their decision and think carefully before doing anything. And now what I want to return to India, to my husband's family, and I want to cut myself off from everything that has happened. Because anyway, my husband is also no more, and now what I have left is only my husband's family, and now I wish to return back to India. And about your future association with Islamic State? In the future, I have decided to completely cut off myself from all this. I don't want to associate myself with all this anymore. Again. Never again? No. You are very convinced, yeah, you are speaking under some pressure? No, I'm not speaking under any pressure. This is a decision I have made by myself. So what do you think of Islamic State? Joining Islamic State? I don't see any point in doing so. ഇത് പ്രണയക്കെണിയിൽ കുടുങ്ങി മതം മാറി ഐഷ്യയായി മാറിയ സോണിയ സെബാസ്റ്റ്യൻ 2016 ഭർത്താവായ അബ്ദുൾ റഷീദിനൊപ്പം അഫ്ഗാനിസ്ഥാനിലെത്തി ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേർന്ന NIA മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലുള്ള ആളാണ് എറണാകുളംകാരിയായ ഈ മലയാളി പെൺകുട്ടി. അമേരിക്കൻ സൈന്യം അഫ്ഗാനിൽ നടത്തിയ സൈനിക നടപടിയിൽ ഭർത്താവ് അബ്ദുൾ റഷീദ് കൊല്ലപ്പെടുകയാണുണ്ടായത്. കേരളത്തിലെ IS റിക്രൂട്ട്മെന്റിന് ചുക്കാൻ പിടിച്ച കൊടും ഭീകരനാണ് അബ്ദുൾ റഷീദ്. 90ഓളം ഓഡിയോ ക്ലിപ്പുകളിലൂടെ വിവിധ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി കേരളത്തിൽ IS ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ഇയാൾ ശ്രമിച്ചിരുന്നു. അവരെ കൊല്ലുക, അവരെ തീർക്കുക, അവരില്ലാതാക്കുക, അവർ അല്ലാ അല്ലാത്തവരെ ആരാധിക്കുന്നു, അവരെന്തിനാണ് അവിടെ ബാക്കി വെക്കുന്നത്? അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ ഫിത്ന, ഈ ശിർക്ക് അവരോട് ഫൈറ്റ് ചെയ്യുക. ക്രിസ്തുമതവും ഹിന്ദുമതവും ലോകത്തുണ്ടാകാൻ പാടില്ലെന്നും ഭക്ഷണത്തിൽ വിഷം കലർത്തിയും ട്രെയിൻ അപകടമുണ്ടാക്കിയും തൃശൂർ പൂരത്തിലേക്കും കുംഭമേളയിലേക്കും വാഹനമിടിച്ചു കയറ്റിയും തോക്കുപയോഗിച്ചുമെല്ലാം അവരെ കൊന്നൊടുക്കാൻ ആഹ്വാനം ചെയ്യുന്ന റഷീദിന്റെ വീഡിയോ ക്ലിപ്പുകൾ സോഷ്യൽ മീഡിയ വഴി വൈറലായിരുന്നു. കാസർഗോഡ് തൃക്കരിപ്പൂർ സ്വദേശിയാണ് അബ്ദുൾ റഷീദ് അബ്ദുള്ള. കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളർന്ന സോണിയ സെബാസ്റ്റ്യൻ എറണാകുളം വൈറ്റില സ്വദേശിയാണ്. ഗൾഫിലെ വ്യത്യസ്ത രാജ്യങ്ങളിലായിരുന്നു ഇരുവരും തങ്ങളുടെ +2 പഠനം പൂർത്തിയാക്കിയത്. മധ്യകേരളത്തിലെ 2 എഞ്ചിനീയറിംഗ് കോളേജുകളിലായിട്ടായിരുന്നു ഇരുവരുടെയും BTech പഠനം. MG യൂണിവേഴ്സിറ്റി കലോത്സവമത്തിയായിരുന്നു ഇരുവരും ആദ്യമായി കണ്ടുമുട്ടിയത്. കലോത്സവത്തിൽ പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു റഷീദ്. ഒപ്പന മത്സരത്തിൽ മണവാട്ടിയായി വേഷമിട്ട് വന്ന സോണിയ സെബാസ്റ്റ്യനെ കണ്ട റഷീദ് സോണിയയുമായി സംസാരിക്കുകയും ഇരുവരും ഫോൺ നമ്പർ കൈമാറുകയും ചെയ്തു. തുടർന്ന് ഇരുവരും തമ്മിലുള്ള ബന്ധം വളരുകയായിരുന്നു. ഈ കാലഘട്ടത്തിലാണ് അബ്ദുൾ റഷീദ് തീവ്ര മതചിന്തകളിലേക്ക് ആകർഷനായത്. BTech പഠനം പൂർത്തിയാക്കിയ അബ്ദുൾ റഷീദ് ദുബായിൽ പോയി ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്ത ശേഷം തിരിച്ച് നാട്ടിൽ വരികയാണുണ്ടായത്. സോണിയ BTech പഠനത്തിന് ശേഷം MBA പഠനത്തിനായി ചേർന്നു. തീവ്ര മതചിന്തകൾ സോണിയിലേക്കും ഇഞ്ചക്ട് ചെയ്യാൻ ഈ നാളുകളിൽ അയാൾ ശ്രമിച്ചുകൊണ്ടിരുന്നു. സാക്കിർ നായിക്കിന്റെ അടക്കമുള്ള മത തീവ്രവാദികളുടെ പ്രഭാഷണങ്ങൾ അയാൾ സോണിയയ്ക്ക് തുടരെ അയച്ചു കൊടുക്കുമായിരുന്നു. തുടർന്ന് നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയായ സോണിയ ഇസ്ലാം മതത്തിലേക്ക് മാറി ഐഷ എന്ന പേര് സ്വീകരിച്ചു. മതം മാറി ഐഷയായ സോണിയ സെബാസ്റ്റ്യനെ റഷീദ് 2011 വിവാഹം ചെയ്തു. 2016 മെയ് 31 അബ്ദുൾ റഷീദും ഭാര്യ സോണിയ സെബാസ്റ്റ്യനും മുംബൈ എയർപോർട്ട് വഴി മസ്കറ്റിലെത്തി പിന്നീട് ഇറാൻ വഴി അഫ്ഗാനിസ്ഥാനിൽ എത്തിയത്. ഇന്ത്യ വിടുമ്പോൾ സോണിയ 3 മാസം ഗർഭിണിയായിരുന്നു. അഫ്ഗാനിസ്ഥാനിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് കേന്ദ്രത്തിൽ വെച്ചാണ് അവളൊരു പെൺകുഞ്ഞിന് ജന്മം നൽകിയത്. ആ കാലയളവിൽ ഇസ്ലാമിക് സ്റ്റേറ്റിലെത്തിയ 21 മലയാളികളിൽ പലർക്കും പീസ് ഇന്റർനാഷണൽ സ്കൂളുമായി ബന്ധമുണ്ടെന്ന്
വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കാണാതാകുന്ന സമയത്ത് റഷീദ് പീസ് ഇന്റർനാഷണൽ സ്കൂളിന്റെ PRO ആയി ജോലി ചെയ്യുകയായിരുന്നുവെന്നും ഇന്ത്യ ടുഡേ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധമുള്ള യാസ്മിൻ അഹമ്മദ് എന്ന സ്ത്രീയുമായും റഷീദിന് ബന്ധമുണ്ടായിരുന്നു. യാസ്മിനും പീസ് ഇന്റർനാഷണൽ സ്കൂളിലെ ജീവനക്കാരിയായിരുന്നു. ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേരാൻ ഇന്ത്യ വിടാൻ ശ്രമിക്കവേ 2016 ഓഗസ്റ്റ് 1 പോലീസ് ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ച് യാസ്മിനെ അറസ്റ്റ് ചെയ്തിരുന്നു. 2016 മെയ് 3 ഫോൺ വഴിയുള്ള നിക്കാഹ് വഴി റഷീദ് തന്നെ വിവാഹം ചെയ്തിരുന്നതായി യാസ്മിൻ പിന്നീട് പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നു. മതം മാറി ഐഷിയായ സോണിയ സെബാസ്റ്റ്യനെ റഷീദ് 2011 വിവാഹം ചെയ്തിരുന്നു. 2016 ജൂലൈ മാസം ആദ്യ ആഴ്ച IS ചേരാൻ ഇന്ത്യ വിട്ട 22 പേരും അഫ്ഗാനിസ്ഥാനിലെ IS കാലിഫേറ്റിൽ എത്തിയതായി റഷീദ് തന്നോട് പറഞ്ഞതായി യാസ്മിൻ അന്വേഷണ ഉദ്യോഗസ്ഥരോട് വെളിപ്പെടുത്തിയിരുന്നു. 2019 സുരക്ഷാ സേനയ്ക്ക് മുമ്പിൽ കീഴടങ്ങിയ 900 ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരരുടെ കൂട്ടത്തിൽ സോണിയ ഉൾപ്പെടെയുള്ള മലയാളികൾ ഉണ്ടായിരുന്നു. So you should not have done it. On hindsight, you will think that you should not have done that. Your husband should not have done that. He did what he wanted, and I can't say I regret because I came. I got 3 years more with him. He should have left me and gone. That was for sure. So, and once I reached there, I was not involved in anything. We were in the house. We were not exposed to anything, any brutality, nothing. We were not involved. So then. So what is the message you would like to convey, if at all you had an opportunity to tell to the people who still wants to join Islam? I want to know from you. The reason we moved was to live an Islamic life and under a caliphate, Muslim rule. So, but once we reached there, many of our expectations were not met. Like even Rashid, towards the end of his life, he was very disappointed. Like expectations and reality, how would you draw the column between? Yeah, he was like, there's no system here, there's nothing happening, and people don't come to the masjid to pray. And he was particular about such things. It was all false. The propaganda that they were spreading was false. As in, there are lots of people who would never come to the masjid, and there was, but the leaders didn't do anything about it. And because that is the main part of our religion, like 5 times prayer, and he was very particular about it. So towards the end of his life, he was very disappointed. He had stopped making the audios also. He was not doing anything. He was just, taking care of household work. And that time he was, but towards the end of his life, he was very demotivated. Did he try to come back? No, that he never spoke about. But he was very demotivated. Even his last words when he got killed, he was like, I'm done with this dunya. I want to, somehow leave. There was a brother who witnessed his death. So he was fed up. And that's why he stopped making the audios. People were encouraging him, continue, make it 100. And he was like... So you never thought of leaving class after Rashid's death? After Rashid's death, we've been running only. We've been right after he got killed. Our place became unsafe. Then all the ladies were living together in our house. So we've been running and running, walking, and it's like you are running away from your enemy who's chasing you constantly. So life of fear. After his death, after he got killed, it was very difficult. Because that time he is also not there, and plus I'm on my own. My child is there, and